ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. 2025 ജൂൺ 14 നടന്ന KIS പ്രിലിംസ് എക്സാമിൽ മലയാളത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നതെങ്ങനെ? വസന്ത പ്ലസ് അർത്തു, വസന്ത പ്ലസ് ഋതു, വസന്ത പ്ലസ് ഇർത്തു, വസന്ത പ്ലസ് ആർത്തു. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വസന്ത പ്ലസ് ഋതു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗമേത്? പാടി പാടി, കാണേ കാണേ, നോക്കി നോക്കി, പോക പോകെ. ഏതാണ് ശരിയായ പ്രയോഗം? നോക്കി നോക്കി. പാടി പാടി എന്ന് പറയില്ല, പാടി പാടി എന്ന് വേണമായിരുന്നു. അതുപോലെ കാണേ കാണേ എന്നുള്ളത് കാണെ കാണെ എന്നായിരുന്നു വേണ്ടത്. പോക പോകെ എന്നുള്ളത് പോകെ പോകെ എന്നാണെങ്കിൽ ശരിയായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് നോക്കി നോക്കി എന്നാണ്. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? സ പ്ലസ് ഋദ്ധി, സ പ്ലസ് മൃദ്ധി, സം പ്ലസ് വൃദ്ധി, സം പ്ലസ് ഋദ്ധി. ആൻസർ എന്താണ്? സം പ്ലസ് ഋദ്ധി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗമേത്? പഴുത്ത ചക്ക, പച്ചച്ചക്ക, വറുത്ത ചക്ക, കൈതച്ചക്ക. ഏതാണ്? വറുത്ത ചക്ക. വറുത്ത ചക്ക എന്നൊരു പ്രയോഗമില്ല. പഴുത്ത ചക്ക എന്ന് പറയും, പച്ചച്ചക്ക എന്ന് പറയും, കൈതച്ചക്ക എന്ന് പറയും. പക്ഷേ വറുത്ത ചക്ക എന്നൊരു പ്രയോഗം ഇല്ല. കാറ്റ് എന്നർത്ഥം വരാത്ത പദമേത്? അനലൻ, അനിലൻ, പവനൻ, സദാഗതി. ഇവിടുത്തെ ആൻസർ വരുന്നത് അനലൻ എന്ന പദമാണ്. അനലൻ എന്ന പദത്തിൻ്റെ അർത്ഥം തീ. അനിലൻ, പവനൻ, സദാഗതി ഇതിൻ്റെയൊക്കെ അർത്ഥം കാറ്റ് എന്നാണ്. വേറിട്ട പദജോടി ഏത്? ഇരിക്കണം ഇരിക്കണം, വിലക്ക് വിലയ്ക്ക്, കടക്കൽ കടയ്ക്കൽ, വടക്ക് വടയ്ക്ക്. ഇവിടെ വേറിട്ട പദജോടിയായി വരുന്നത് ഇരിക്കണം ഇരിക്കണം. തെറ്റായ പദമേത്? ചെലവ്, പ്രദക്ഷിണം, പ്രവൃത്തി, ചെമപ്പ്. ഏതാണ്? പ്രദക്ഷിണം ആണ് തെറ്റായ പദം. പ്രദക്ഷിണം എന്നാണ് വേണ്ടത്. ശരിയായ പ്രയോഗമേത്? ദൈനംദിനാവശ്യം, വീണ്ടും പുനരാലോചന, അജഗജാന്തര വ്യത്യാസം, ഇടതൂർന്ന നിബിഡബനം. ഏതാണ് ശരിയായ പ്രയോഗം? ദൈനംദിനാവശ്യമാണ് ശരിയായ പ്രയോഗം. വീണ്ടും പുനരാലോചന തെറ്റാണ്. വീണ്ടും എന്ന് പറഞ്ഞാലും പുനർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. അതുപോലെ അജഗജാന്തര വ്യത്യാസം അതും തെറ്റാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് തന്നെയാണ് അർത്ഥം. ഇടതൂർന്ന നിബിഡബനം അതും തെറ്റായ പ്രയോഗമാണ്. ശരിയായ പദമേത്? പീഡനം, ഹാർദവം, അടിമത്വം, യാദൃച്ഛികം. യാദൃച്ഛികം എന്നാണ് ശരിയായ പദം. പീഡനം എന്നെഴുതുന്നത് സ തിരിച്ചിടുന്ന ഡായാണ് പീഡനം. ഹാർദവം എന്ന് വേണ്ട, ഹാർദവം ഒരു ദ മതി. അടിമത്വം എന്ന് പറയില്ല, അടിമത്വം എന്ന് മാത്രമേ പറയൂ. യാദൃച്ഛികം ആണ് ഇവിടെ ശരിയായ ആൻസർ വരുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദമേത്? കടലാസ്, ആറ്റം, ഋഷഭം, കടൽ. ഇവിടെ പരകീയമല്ലാത്ത മലയാള പദം കടൽ ആണ്. ഭൂമിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റ പദമേത്? ഭൗമികം, ഭൗമം, ഭൂമികം, ഭൂസ്വം. ഏതാണ്? ഭൂമിയെ സംബന്ധിച്ചത് ഭൗമികം. കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു, തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദമേത്? കില്ല്, ശലഭം, വര്യൻ, ഭ്രമരം. ഭ്രമരമാണ് വണ്ട് എന്നർത്ഥം വരുന്ന പദം. പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദമേത്? പരഗതി, ഊർധ്വഗതി, അധോഗതി, പശ്ചാത്ഗതി. പശ്ചാത്ഗതിയാണ് ആൻസർ വരുന്നത്. പുരോഗതിയുടെ വിപരീത പദം അധോഗതിയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ പശ്ചാത്ഗതിയാണ് പുരോഗതിയുടെ വിപരീത പദം. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? ജിജ്ഞാസു, ജിജ്ഞാസ, ജിജ്ഞാലു, ജിജ്ഞാനം. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം? ആജന്മം, ആജീവനാന്തം, ആജീവനാംശം, ആജന്മാന്തരം. ഏതാണ്?
ആജീവനാന്തമാണ്, ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? വിദ്വപതി, വിദൂഷിണി, വിദുഷി, വിദ്വി. വിദ്വാന്റെ സ്ത്രീലിംഗ പദം വിദുഷി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥം ഇല്ലാത്തതേത്? സ്വാമിമാർ, പുലികൾ, അവർകൾ, നോട്ടങ്ങൾ. ഏതാണ്? അവർകൾ. ബാക്കിയെല്ലാം ബഹുവചനാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സ്വാമിമാർ, പുലികൾ, നോട്ടങ്ങൾ അവ മൂന്നും ബഹുവചനാർത്ഥമാണ്. ജലം എന്നർത്ഥം വരുന്ന പദമേത്? വനം, കുമുദം, നീരജം, ഗതം. ഇവിടെ വനം ആണ് ജലം എന്നർത്ഥം വരുന്ന പദം. ആധുനികതയ്ക്കു ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ്? ആധുനികതയ്ക്ക് ശേഷം പഠനമേഖലയിൽ പരിഷ്കാരങ്ങൾ വന്നു. ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനിക സാഹിത്യ പ്രവണതകൾ പ്രസക്തമായി. ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് പരിഷ്കാരം. സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാരമാകുന്ന സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരവും സ്വാതന്ത്ര്യവും, ആവിഷ്കാരമോ സ്വാതന്ത്ര്യമോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഞായരോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം? സൂര്യൻ, നെൽച്ചെടി, പകൽ, പൂക്കൾ. ഏതാണ് ആൻസർ? ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? അയാൾ എന്നും വൈകുന്നേരം പതിവായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം കൊണ്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. മന്ത്രി ഇന്നലെ കലക്ടറും അപകടസ്ഥലം സന്ദർശിച്ചു. രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. അയാൾ എന്നും വൈകുന്നേരം ലൈബ്രറിയിൽ പതിവായി പോകാറുണ്ടായിരുന്നു. ഈ വാക്യത്തിൽ അയാൾ എന്നും വൈകുന്നേരം ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അയാൾ പതിവായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയാം. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം കൊണ്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ പെട്ടെന്നുണ്ടായ എന്ന് പറഞ്ഞാലും ആകസ്മികം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. മന്ത്രി ഇന്നലെ കലക്ടറും അപകടസ്ഥലം സന്ദർശിച്ചു. മന്ത്രി കലക്ടർ ഇന്നലെയും അപകടസ്ഥലം സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് മന്ത്രിയും ഇന്നലെ കലക്ടറും അപകടസ്ഥലം സന്ദർശിച്ചു എന്ന് പറഞ്ഞാലും ശരിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗികാവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദമേത്? നിരവലംബ പത്രം, പരിപത്രം, നിരാക്ഷേപപത്രം, നിരപേക്ഷാപത്രം. ഓപ്ഷൻ സി നിരാക്ഷേപപത്രം. അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമേത്? വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്, ഡെപ്യൂട്ടേഷൻ, ഡ്യൂട്ടി ഷിഫ്റ്റ്, അതർ ഡ്യൂട്ടി. ഓപ്ഷൻ ബി ഡെപ്യൂട്ടേഷൻ ആണ് അന്യത്ര സേവനം എന്നതിനു സമാനമായ ഇംഗ്ലീഷ് പദം. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം? കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. കാര്യകാരണങ്ങൾക്ക് സ്വാഭാവിക നിലനിൽപ്പുണ്ട്. കാരണത്തിൻ്റെ കാര്യവും കാര്യത്തിൻ്റെ കാരണവും വ്യത്യസ്തമാണ്. കാര്യകാരണങ്ങൾക്ക് പ്രാചീനത്വമുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിബുദ്ധിയുള്ളവർക്ക് കഠിന പ്രയത്നം ആവശ്യമില്ല. സ്ഥിരോത്സാഹിക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമില്ല. നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. റോമാ സാമ്രാജ്യം നിർമ്മിച്ചത് ഒരു ദിവസമല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേത്? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നിത്യാഭ്യാസി ആനയെ എടുക്കും, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഏതാണ് ആൻസർ വരുന്നത്?
വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗമേത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിലൊന്നായ മേഘരൂപൻ എഴുതിയത്. ഓപ്ഷൻ എ തൻ്റെ മികച്ച കവിതകളിലൊന്നായ, ഓപ്ഷൻ ബി ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച്, ഓപ്ഷൻ സി മലയാളത്തിലെ പ്രശസ്ത കവിയായ, ഓപ്ഷൻ ഡി മേഘരൂപൻ എഴുതിയത്. ഇതിൽ തെറ്റായ ഭാഗമേതാണ്? ഓപ്ഷൻ ബി ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ 6 ആണ്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60. ഇവിടെ 60 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം ഏതാണ്? ഹി ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡെറിലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. He is suspended from work due to negligence in the performance of duty. He is temporarily avoided from work due to negligence of official duty. He was suspended from work due to dereliction of official duties. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ he is temporarily suspended from work due to dereliction of official duty. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. സങ്കീർണം, വിസാമാന്യം, കേവലം, വിശേഷം. വിശേഷം ആണ് സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം. 2025 ജൂൺ 14 നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ മലയാളത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.